ഡോക്ടർ ടി.എസ്. ശ്യാംകുമാർ, ഇപ്പോൾ ഇതിലെന്താണ് തെറ്റ് എന്നതാണ് ചോദിക്കുന്നത്. ഇപ്പോൾ ചർച്ചയിൽ പങ്കെടുക്കുന്ന ആർ.വി. ബാബുവും ചോദിക്കുന്ന ചോദ്യം അത് തന്നെയാണ്. ഇതിലെന്താണ് തെറ്റ്? നമ്മളുടെ ഗുരുക്കന്മാരെ ആദരിക്കുകയാണ്, ബഹുമാനിക്കുകയാണ്. അതിനപ്പുറത്തേക്ക് ഇതൊരു തെറ്റായ സന്ദേശമേ അല്ല. വളരെ പോസിറ്റീവായൊരു കാര്യം. കുട്ടികൾക്ക് കൊടുക്കുന്ന സന്ദേശം അവർ ബഹുമാനിക്കപ്പെടേണ്ടവരാണ് എന്നതാണ്. അതാണ് ഇവിടെ ചെയ്തത് എന്നതിനപ്പുറത്തേക്ക് ഇതിൽ എന്ത് തെറ്റാണ് എന്നതാണ് ചോദ്യം. പുഷ്പം അർപ്പിച്ചു അല്ലല്ലോ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യേണ്ടത്. ആദരവിൻ്റെയും ബഹുമാനത്തിൻ്റെയും മാനദണ്ഡം എന്ന് പറയുന്നത് അധ്യാപകരെന്ന് പറയുന്ന ആളുകളെ ഇരുത്തി നമ്മൾ വാർത്തയിൽ കാണുന്നുണ്ടല്ലോ, പുഷ്പം അർപ്പിക്കുക, ചന്ദനം അർപ്പിക്കുക, ഇതൊക്കെ ചെയ്യുന്ന പരിപാടി എന്ന് പറഞ്ഞാൽ തീർത്തും ജനാധിപത്യ വിരുദ്ധമായ ഒരു കാര്യമാണ്. ഡോക്ടർ ബി ആർ അംബേദ്കർ അനിഹിലേഷൻ ഓഫ് കാസ്റ്റിൽ പറയുന്നുണ്ട്, ആദരവിൻ്റെ മറ്റൊരു പേരാണ് ജനാധിപത്യം, സഹമനുഷ്യരോടുള്ള ആദരവിൻ്റെ മറ്റൊരു പേരാണ് ജനാധിപത്യം എന്ന് ഡോക്ടർ ബി ആർ അംബേദ്കർ പറയുന്നുണ്ട്. അവിടെ ഒരിക്കലും ഈ പറയുന്ന ആളുകളുടെ കാല് കഴിക്കലോ പുഷ്പാർപ്പിക്കലോ അല്ല ആദരവ് അർപ്പിക്കുന്നതിൻ്റെ മാനദണ്ഡം എന്നുള്ളതാണ്. ആരാണ് ഈ ഗുരുക്കന്മാർ? ഗുരു എന്ന സങ്കല്പം തന്നെ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ആധുനികമായ ജനാധിപത്യ വ്യവസ്ഥയുമായിട്ട് ഈ പറയുന്ന ഗുരുസങ്കല്പം എത്രമാത്രം യോജിച്ചു പോകുന്നതാണ് നമ്മൾ ആഴത്തിൽ പരിശോധിക്കേണ്ടത്. ഞാൻ നാരായണ ഗുരുവിനെ സംബന്ധിച്ചുള്ള സങ്കല്പമോ അല്ലെങ്കിൽ ആ ചരിത്ര സാഹചര്യങ്ങളോ അല്ല ഇവിടെ സൂചിപ്പിക്കുന്നത്. ഇവിടെ ഈ ഗുരുപൂർണിമയുമായി ബന്ധപ്പെട്ട് അധ്യാപകരെ ഗുരുക്കന്മാരായി സങ്കല്പിച്ചുകൊണ്ട് പൂജ ചെയ്യുന്നതിനെ സംബന്ധിച്ചാണ് ഞാൻ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്. അങ്ങനെ നോക്കുമ്പോൾ ഇന്ത്യയിൽ, കേരളത്തിൽ വളരെ ആഴത്തിൽ സാംസ്കാരികവുമായി ചരിത്രപരവുമായി അതിലും തെറ്റില്ല എന്നതാണ് ശ്രീ ആർ.വി. ബാബുവിന്റെ പക്ഷം. അതായത് ഡോക്ടർ ടി.എസ്. ശ്യാംകുമാർ, ഈ മാതാപിതാ ഗുരുദൈവം, അതെ, അതായത് അതിനെ അനുകൂലിക്കുന്നവർ പറയുന്ന മറ്റൊരു ന്യായം മാതാപിതാ ഗുരുദൈവം, അതായത് ദൈവത്തിന് സമാനരാണ് മാതാപിതാക്കളും ഗുരുവും എന്നതാണ്. അപ്പോൾ പിന്നെ പൂജിക്കുന്നതിൽ എന്താണ് തെറ്റ്? ഇതാണ് ഇന്ത്യൻ സംസ്കാരം എന്നാണ് പറയുന്നത്. ഇന്ത്യൻ സംസ്കാരത്തെ തമസ്കരിച്ചുകൊണ്ട് എങ്ങനെ മുന്നോട്ട് പോകാൻ കഴിയും എന്ന ചോദ്യം നമ്മളുടെ ഗവർണർ ചോദിക്കുന്നതും താങ്കൾ കേട്ടില്ലേ? തീർച്ചയായിട്ടും ഞാൻ കേട്ടു. ഇന്ത്യൻ സംസ്കാരം ഇതായിരുന്നെങ്കിൽ ഈ അറിവിൻ്റെ ദേവതയായിട്ട് സരസ്വതിയാണല്ലോ സങ്കല്പിക്കുന്നത്. അതുപോലെ അറിവിൻ്റെ ദേവതയായിട്ട് ധാരാളം ആളുകളെ സങ്കല്പിച്ച് വെച്ചിട്ടുണ്ട്. അങ്ങനെ അറിവിൻ്റെ ദേവതകളായിട്ട് ഈ പറയുന്ന അറിവിൻ്റെ പ്രതീകമായിട്ട് ഇത്തരം ഗുരുക്കന്മാരുണ്ടായിരുന്നുവെങ്കിൽ എന്തുകൊണ്ടാണ് ദ്രോണര് കർണനോട് വിദ്യ അഭ്യസിച്ച് അത് പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ അത് ആദ്യമായിട്ട് അരങ്ങേറ്റം നടത്തുന്ന സന്ദർഭത്തിൽ കർണനോട് ആ വേദിയിൽ നിന്ന് ഇറങ്ങിപ്പോകാനല്ലേ ആവശ്യപ്പെട്ടത്? എന്തുകൊണ്ട് അത്തരം ഒരു വിവേചനം ഈ ഇതിഹാസ പുരാണ പാഠങ്ങൾ പരിശോധിക്കുമ്പോൾ തന്നെ നമുക്ക് വ്യക്തമല്ലേ? തപസ് ചെയ്ത ശംഭുവിനെ കൊന്ന ചരിത്രം രാമനെ സംബന്ധിച്ചുള്ള വാൽമീകി രാമായണ കഥാപാഠത്തിൽ നമ്മൾ കാണുന്നില്ലേ? ഏകലവ്യൻ്റെ വിരൽ മുറിച്ച പാരമ്പര്യമല്ലേ ഈ സംസ്കാരം എന്ന് ഇവർ പറയുന്നത്? ഇത്രയധികം ദേവതകൾ ഉണ്ടായിട്ട് എന്തുകൊണ്ടാണ് ഇന്ത്യയിലെ ദളിതർക്കും ആദിവാസികൾക്കും വിദ്യാഭ്യാസത്തിന് വേണ്ടി പോരാടേണ്ടി വന്നത്? എന്തുകൊണ്ടാണ് ഹിന്ദുത്വവാദികൾ അതിന് മറുപടി പറയാത്തത്? അത് നമ്മൾ കാണണമല്ലോ. ഇത്രയധികം അറിവിൻ്റെ ദേവതകൾ ഉണ്ടായിട്ട് എന്ന് മുതലാണ് ഇന്ത്യയിലെ ദളിതരും ആദിവാസികളും അറിവിൻ്റെ മേഖലയിലേക്ക് പ്രവേശിച്ചത്? ഈ ഗുരുക്കന്മാരൊക്കെ അന്ന് എവിടായിരുന്നു? ഡോക്ടർ ബി ആർ അംബേദ്കർക്ക്, മഹാത്മാ ഫൂലെക്ക്, കേരളത്തെ സംബന്ധിച്ച് മഹാത്മാ അയ്യങ്കാളിക്ക് വലിയ പോരാട്ടങ്ങൾ നടത്തേണ്ടി വന്നു. ഈ പ്രാചീന ഇന്ത്യൻ സംസ്കാരത്തിലെ ഗുരുക്കന്മാരൊക്കെ അന്ന് എവിടായിരുന്നു? ഈ പ്രാചീന ഇന്ത്യൻ സംസ്കാരത്തിലെ ഈ പറയുന്ന ഗുരുമഹത്വം ഒക്കെ വളരെ വിപുലമായ ഗുരുമഹത്വവും ആർഷഭാരത സംസ്കാരമൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ മഹാത്മാ അയ്യങ്കാളിക്ക് വലിയൊരു പോരാട്ടം നടത്തേണ്ടി വരുമായിരുന്നില്ലല്ലോ. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? അന്ന് എവിടായിരുന്നു ഈ ഗുരു? ഏകലവ്യൻ്റെ പെരുവിരൽ അർത്ഥി യോജിച്ച പാരമ്പര്യമല്ലേ ഇവർ ഈ ഗുരുപാരമ്പര്യം എന്ന് പറഞ്ഞു വെക്കുന്നത്? നോക്കൂ, ഇന്ത്യയിലെ ഈ പറയുന്ന ഗുരുകുല സമ്പ്രദായങ്ങളെ സംബന്ധിച്ച് ധർമ്മസൂത്രങ്ങളിലും ഇതിഹാസ പുരാണ പാഠങ്ങളിലുമൊക്കെ ധാരാളം പരാമർശങ്ങളുണ്ട്. ആ ഗുരുകുല സങ്കല്പങ്ങളിൽ നിന്നാണല്ലോ ഈ ഗുരു എന്ന് പറയുന്ന സങ്കല്പം ഉദയം ചെയ്തു വരുന്നത്. ഈ ഗുരുകുലങ്ങളിലൊന്നും തന്നെ ഇന്ത്യയിലെ ദളിതരോ ആദിവാസികൾക്കോ ഒന്നും പ്രവേശനം ഉണ്ടായിരുന്നില്ല. ഇത്തരം ഈ ഗുരുക്കന്മാരിരിക്കുന്ന ഗുരുകുലങ്ങളിൽ കൃഷ്ണൻ്റെയും സുദാമാവിൻ്റെയും ചരിത്രം പറയുമല്ലോ. ഗുരുകുലത്തിൻ്റെ കാര്യമൊക്കെ പറയുമ്പോൾ സുദാമാവ് ഒരു ബ്രാഹ്മണനായിരുന്നു, നമ്മൾ മറന്നു പോകരുത്. ഈ ത്രൈവർണികരായ ബ്രാഹ്മണ ക്ഷത്രിയ വൈശ്യാദികൾക്ക് മാത്രമേ ഗുരുകുലങ്ങളിൽ പ്രവേശനം ഉണ്ടായിരുന്നുള്ളൂ, മറ്റാരെയും തന്നെ അംഗീകരിച്ചിരുന്നില്ല. അപ്പോൾ ഈ ചരിത്രം നമ്മൾ കാണണ്ടേ? അപ്പോൾ ഗുരുപൂർണിമ എന്ന പേരിൽ വളരെ നൂറ്റാണ്ടുകളായിട്ട് നിലനിൽക്കുന്ന ഒരു ആചാരമാണ് ഈ കാലുകഴുകൽ എന്ന് പറയുന്നതിന് ചരിത്രവിരുദ്ധമാണ്. കാരണം വളരെ അടുത്ത കാലത്ത് മാത്രമാണ് ഇന്ത്യയിലെ ദളിതരും ആദിവാസികളും ബഹുജനങ്ങളും വിദ്യാധികാരം നേടി ആധുനികമായ വിദ്യാഭ്യാസ പ്രക്രിയയിലേക്ക് പ്രവേശിച്ചത്. അവരാരും തന്നെ കാല് കഴുകിയിട്ട് നേടിയതല്ല ഈ വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ, പൊരുതി നേടിയതാണ് ഈ വിദ്യാഭ്യാസം.
അത് നമ്മൾ മറന്നു പോകരുത്. അപ്പോൾ പൊരുതി നേടിയ വിദ്യാഭ്യാസത്തെ കാല് കഴുകിയിട്ട് നേടുന്നതാണ് എന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമം നടക്കുന്നു. നോക്കൂ, എവിടെയാണ് ഇന്ത്യയിലെ ഏത് പുരാണത്തിലാണ്, ഇന്ത്യയിലെ ഏത് തന്ത്രഗ്രന്ഥത്തിലാണ്, ഇന്ത്യയിലെ ഏത് ഇതിഹാസത്തിലാണ് അധ്യാപകരുടെ കാല് കുട്ടികൾ കഴുകണമെന്ന് പറയുന്നത്? ഒരു വരി ഇവരെടുത്ത് കാണിക്കട്ടെ. ഏത് ഉപനിഷത്തിലാണ്? എല്ലാ മനുഷ്യരും ഗുരുക്കന്മാരുടെ കാല് കഴുകിയാൽ മാത്രമേ അറിവ് ലഭ്യമാവുകയുള്ളൂ. അങ്ങനെയാണോ പറഞ്ഞു വെക്കുന്നത്? അപ്പോൾ അതൊക്കെ ചരിത്രവിരുദ്ധമായ കാര്യങ്ങളാണ് ഈ പറഞ്ഞു വെക്കുന്നത്. ഇത് വളരെ അടുത്ത കാലത്ത് സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളൊരു കാര്യമാണ്. എല്ലാ മനുഷ്യരെയും പരിഗണിക്കുന്ന ഒന്നായിരുന്നില്ല ഈ ആർഷഭാരത സംസ്കാരം. ധർമ്മസൂത്രങ്ങളിൽ തന്നെ പറയുന്നുണ്ടല്ലോ, എല്ലാവർക്കും ഉള്ളതാണ് ഈ ഗുരുസങ്കല്പമെങ്കിൽ ഗൗതമ ധർമ്മസൂത്രത്തിൽ പറയും, അധഹാസ്യ വേദമുപസൃണ്വത സ്ത്രഭുജതുഭ്യാം ശ്രോത്ര പ്രതിപൂരണം ധാരണേ ശരീരഭേദ, അതുപോലെ ഉച്ചാരണേ ജിഹ്വാച്ഛേദ എന്നാണ് പറയുന്നത്. അതായത് ഒരു ശൂദ്രൻ വേദവിദ്യ അഭ്യസിച്ചാൽ ആ ശൂദ്രൻ്റെ ചെവിയിൽ ഈയ ഉരുക്കി ഒഴിക്കണമെന്നാണ് ഗൗതമ ധർമ്മസൂത്രത്തിൽ പറയുന്നത്. ശങ്കരാചാര്യർ എഴുതിയ ബ്രഹ്മസൂത്ര ഭാഷ്യത്തിൽ പറയുന്നത് ശൂദ്രൻ സഞ്ചരിക്കുന്ന പട്ടടയാണെന്നാണ്. ശങ്കരാചാര്യരെ ഗുരുവായിട്ടാണല്ലോ കാണുന്നത് ഇന്ത്യൻ പാരമ്പര്യം. ആ ശങ്കരാചാര്യർ ബ്രഹ്മസൂത്രത്തിൽ എന്താണ് എഴുതി പിടിപ്പിച്ചിരിക്കുന്നത്? ശൂദ്രന്മാർ സഞ്ചരിക്കുന്ന പട്ടടയാണെന്നാണ് എഴുതിയിരിക്കുന്നത്. എല്ലാവർക്കും അറിവ് ലഭ്യമാകുന്നൊരു സാഹചര്യം ഇന്ത്യയിലെ വേദേതിഹാസ പുരാണ പാഠങ്ങളിൽ ഉണ്ടായിരുന്നില്ല. ത്രൈവർണികന്മാർക്ക് മാത്രം വിദ്യ പകർന്നു കൊടുക്കുന്നത്. ആ വിദ്യ തന്നെ നമ്മൾ കോട്ടാൻ കൊണ്ടില്ല. ആധുനികമായ ജനാധിപത്യപരമായ സാഹോദര്യപരമായ വിദ്യ ഒന്നും ആയിരുന്നില്ല അത് എന്നുകൂടി നമ്മൾ കാണണം.